വായിക്കുന്നത് സുബിൻ ശരീഫ് തിന്നിലാപുരം. ഇന്ന് 22-ാം തീയതിയാണ് മെയ് മാസം 2024 ബോധനാഴ്ച. മലയാള മാസത്തിൽ കടക മാസം 8-ഉം അറബി മാസത്തിൽ ദുൽഖാദ് 13-മാണ് ഇന്ന് വരുന്നത്. ഇറാൻ പറയുന്ന രാജ്യത്തെ പ്രസിഡൻറ്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. അതിൻ്റെ കബറടക്കം നാളെ നടത്തുമെന്ന് പറഞ്ഞു. എല്ലാ രാജ്യത്തെയും പ്രസിഡൻറ്റുമാരും പ്രധാനമന്ത്രിമാരും പരമാവധി അവിടെ മയ്യത്ത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഔദ്യോഗിക ചടങ്ങായിട്ട് അത് നടത്തിയിട്ട് കബറടക്കം നടത്തുമെന്നാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. പാലക്കാട് മഞ്ഞക്കുളം പള്ളിയിൽ എല്ലാ കൊല്ലവും നടത്തി വരാറുള്ള അവിടുത്തെ ഉലിയാൻ്റെ പേരിലുള്ള നേർച്ച കഴിഞ്ഞ 19-ാം തീയതിയായിരുന്നു കഴിഞ്ഞത്. അതുവരെ ഓതലും പാടലും റാത്തീബും മൗലൂദും ഖുർആൻ ഓതി തീർക്കലും ദ്വയർക്കലൊക്കെ ഉണ്ടായിരുന്നു. അവസാന ദിവസം ഞായറാഴ്ച അവിടെ വന്നവർക്കൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേർച്ച ചോറാണ് അത് വാങ്ങാൻ ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. തിരുസൂരിൽ നിന്ന് വെളിച്ചമാകുമ്പോൾ പുറപ്പെടുന്ന തീവണ്ടി ആലപ്പുഴയ്ക്കുള്ളിൽ കൂട്ടത്തിരക്ക്. കാലുകുത്താൻ സഹായിക്കാനുള്ള പൂഴിയിട്ട പൂഴി കാണുന്നില്ല എന്ന് പരാതി. ഒടുക്കം പകുതി ആളുകൾ തീവണ്ടിൻ്റെ അപ്പുറത്തുള്ള കടന്നമണയുടെ പോരായിൽ നിൽക്കുകയും ചെയ്തു. അവരിനെ പിന്നാലെ വന്ന ഗുരുവായൂർ എക്സ്പ്രസ്സിൽ എറണാകുളം വരയ്ക്ക് കയറ്റി വിട്ടു. പിന്നെ അവിടെ നിന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത്ര ആലപ്പുഴയ്ക്ക് തീവണ്ടിയുള്ളത്. ആലപ്പുഴയ്ക്ക് പോയ തീവണ്ടിൻ്റെ ബാക്കിലത്തെ പെട്ടിയിൽ കയറി ഒരു കുടുങ്ങി. ഒന്ന് മൂത്രം പാത്താനോ 2 പോകാനോ പറ്റിയില്ല. അതിൽ ബാത്റൂം ഉണ്ടായിരുന്നില്ല. ചെറിയ കോഴിക്കോട് പോലെയുള്ള സൗകര്യങ്ങളുള്ള പെട്ടിയാണത്. കൂടുതൽ പെട്ടികളും കാലിയാണെങ്കിലും അതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്ക് മാത്രമേ അതിൽ സീറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. നാട്ടിൽ മഴ തുടങ്ങി. മഴ പെയ്താൽ പല വീടുകളും ഇളക്കി മേയാത്തതുകൊണ്ട് പെരപ്പുറത്തെ കൂടിയും ചുമരിൻ്റെ ഇടുക്കി കൂടിയും വഴി വെള്ളം വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. പാത്തി ഇളകിയിട്ടും ഓട് പൊട്ടിയിട്ടും കരണ്ട് പെട്ടിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് പല ആളുകൾക്കും ചെറിയ തോതിൽ ഷോക്കടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒലിച്ചിറങ്ങിയ വെള്ളം കോരായിൽ കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇരിക്കാനും പറ്റുന്നില്ല. പല വീടുകളിലും അങ്ങനെയുണ്ട്. കേടുള്ള വീടുകളിൽ ഉള്ള അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ആലത്തൂർ ചന്തപ്പര പഴയ ചന്തപ്പരയല്ല. പണ്ട് പറഞ്ഞാൽ ചന്തപ്പരയ്ക്ക് ആളുകൾ സെഞ്ചിയും തൂക്കിയിട്ട് വരും. 100 ഉറുപ്പിക കൊണ്ട് വന്ന ഒരു കുട്ടിച്ചാക്ക് നിറയെ പച്ചക്കറി വാങ്ങിയിട്ട് പോകാൻ പറ്റുമായിരുന്നു. കൂട്ടി വെച്ച പച്ചക്കറി ഇഷ്ടമുള്ള അളവിൽ നമുക്ക് വാങ്ങിയിട്ട് തെഞ്ചിയിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കോഴിയും വിൽക്കുന്നുണ്ടായിരുന്നു. കോവിഡ് വന്നപ്പോൾ ഇതെല്ലാം പോയി. മുമ്പർത്ത് 2 ടാർപ്പായി വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 2 തുണിക്കച്ചവടക്കാരും വിത്തും ചെടികളും വിൽക്കുന്നവർ മാത്രമാണ് ഇന്നത്തെ ബുധനാഴ്ചകളിൽ ചന്തയായിട്ട് തോന്നുന്നത്. ഉള്ളിക്ക് പോയാൽ ഒന്നുമില്ല. നേരത്തെ കാലത്ത് വന്ന് സാമാനങ്ങളൊക്കെ ഇറക്കി വെച്ച് പച്ചക്കറികളും പഴങ്ങളും അതുപോലെ കൊത്തമല്ലിച്ചെടിയും എല്ലാ ചെടികളും അതിൻ്റെ ഉള്ളിൽ വിൽക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ പോയി. സാമാനങ്ങൾ കൂട്ടിയിട്ടിട്ട് ചെത്ത വിട്ടിട്ട് വലിയ വായിൽ തൊള്ളയിട്ടിട്ട് കച്ചവടം ചെയ്യുന്ന ആലത്തൂർ അങ്ങാടി മുഴുവൻ കേൾക്കുമായിരുന്നു. ഇപ്പം ഒന്നുമില്ല. അതൊരു കാലമായിരുന്നു. അതൊക്കെ പോയി. കാറ്റിലും മഴയിലും കോട്ടായി ഭാഗത്ത് 2 വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. ഒന്ന് മുഴുക്കനായിട്ടും പൊളിഞ്ഞു. പെൽച്ചയ്ക്ക് 3 മണിക്ക് പെയ്ത മഴയിൽ പെരപ്പുറത്ത് എന്തോ പട്ടത്തണ്ട് പോലെ എന്തോ വീണിട്ട് നോക്കാൻ വേണ്ടി സൗണ്ട് കേട്ടപ്പോൾ പോയതാണ്. ചെത്തം കേട്ട ഭാഗത്ത് നോക്കിയപ്പോൾ നല്ല മഴയിലും ചുമരൊക്കെ പൊട്ടി ഓടൊക്കെ പൊളിഞ്ഞു. അങ്ങനെ വീട് ശരിക്കും കേടുവന്നു. വേറൊരാളുടെ വീട് പകുതിയാണ് കേടുവന്നു. എന്തായാലും അവിടെ താമസിക്കാനൊന്നും പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ
ചെത്തം കേട്ടിട്ട് ആൾക്കാർ വീട്ടിലേക്ക് വന്ന് അവരിനെയൊക്കെ അവിടെ നിന്ന് മാറ്റി സ്വന്തക്കാരൻ്റെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലുമായിട്ട് മാറ്റി. കൃഷ്ണൻകുട്ടി പറയുന്ന ആളുടെ വീടാണ് കോട്ടായിൽ വില്ലേജ് 1-ൽപ്പെട്ടത്. വേറെ 2 വീട്ടിലും ഇതേ അവസ്ഥയാണ് ഉണ്ടായത്. ആൾക്ക് കേടൊന്നും പറ്റിയിട്ടില്ല. വടക്കഞ്ചേരി വെള്ളക്കെട്ട് മഴയിൽ വെള്ളം കെട്ടി നിന്നിട്ട് ഉളച്ചാൽ നിന്നുള്ള കറുത്ത വെള്ളമൊക്കെ പാതയിലേക്ക് ഒഴുകി വന്നു. 2 ഭാഗത്തും നടക്കുന്ന വഴിയിലും ഒക്കെ വെള്ളം കെട്ടി വന്നിട്ട് ബസ്സുകാരും ഓട്ടോറിക്ഷക്കാരൊക്കെ വെള്ളം തെറിപ്പിച്ച് നടന്നു പോണവൻ്റെ മേലേക്ക് ആകണ നാറ്റവെള്ളം ആകണമെന്നാണ് പറയുന്നത്. കുറേ പീടികളുടെ ഉള്ളിക്കും വെള്ളം ഒഴുകി വന്നിട്ടുണ്ട്. പീടിക സാമാനങ്ങൾ കുറച്ചൊക്കെ കേട് വന്നിട്ടുണ്ട്. സമയത്തിന് റോഡിൻ്റെ ഓരത്തുള്ള ചാല് വൃത്തിയാക്കാത്താണ് ഈ ചപ്പ് ചവറുകൾ അടിഞ്ഞിട്ട് വെള്ളം വെളിയിൽ വരാൻ കാരണം എന്നാണ് പറഞ്ഞു വരുന്നത്. വെക്കാനും വന്നപ്പോൾ വെട്ടവും വെളിച്ചവും ആയപ്പോൾ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിയായി. ഇനി നല്ല മഴ വന്നാൽ പണി കിട്ടുമെന്നാണ് പീടികക്കാർ പറയുന്നത്. EP ജയരാജനെ കൊല്ലാൻ നോക്കിയ വക്കീൽ K. സുധാകരൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞു. കുട്ടികൾ കളിക്കുന്ന തോക്കും കൊണ്ട് ഉണ്ടയില്ലാത്ത തോക്കുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് K. സുധാകരൻ കോടതിയിൽ പറഞ്ഞു. കോടതി ശരിയാണ് എന്ന് പറഞ്ഞു. മൂപ്പനെ കേസ് നിന്ന് ഒഴിവാക്കിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴ കാരണം പീടികേൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിറഞ്ഞു. വെള്ളം ഒഴുകി പോകാൻ വഴിയില്ല എന്ന് മുറപ്പല്ലൂരത്തെ കുറേ കച്ചവടക്കാർ പീടികക്കാരൊക്കെ പറഞ്ഞു. മഴ പെയ്താൽ വെള്ളം ഒഴുകണില്ല. അവിടെ കെട്ടി നിന്നിട്ട് വെള്ളം തെറിച്ചിട്ട് വഴി കൂടെ പോണതിൻ്റെ മുഖത്തും കയ്യിലും മേലെയൊക്കെ ആവുകയാണ്, ചളി തെറിക്കുകയാണ്. പീടികേൻ്റെ ഉള്ളിൽ വിൽക്കാൻ പറ്റിയ സാമാനങ്ങളിലൊക്കെ വെള്ളം തെറിച്ചിട്ട് നാറുകയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇഷ്ടം വിദ്യാരംഭത്തിൽ അവർ ചെയ്യുന്ന ഉപകാരങ്ങൾ ചെറുതൊന്നുമല്ല എന്ന് ഖദീജ സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ടവനെ സഹായിക്കൽ മാത്രമല്ല, ആശുപത്രി കിടക്കുന്നവർക്ക് സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാനും പാട്ട് പാടാനും എഴുതാനും കഥയും കവിതയും ചൊല്ലിക്കൊടുക്കാനൊക്കെ ഞങ്ങളെ കൊണ്ട് ആകുന്ന പോലെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് പെണ്ണുങ്ങൾ അതിൽ അംഗങ്ങളാണ്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ലതാണ് എന്നാണ് പൊതുവെ അഭിപ്രായം. ഇന്നത്തെ ആദ്യത്തെ വാർത്തകൾ കഴിഞ്ഞു.